നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 40 സീറ്റ് പോലും ലഭിക്കില്ല. ബംഗാളിൽ കോൺഗ്രസ് CPM ധാരണ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നത് മമതാ ബാനർജി. കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി മമതാ ബാനർജി രംഗത്ത് വരുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40 സീറ്റെങ്കിലും നേടുമോ എന്ന സംശയമാണെന്നും അവർ പറയുന്നു. പശ്ചിമബംഗാളിൽ കോൺഗ്രസ് CPM ധാരണയുണ്ടാകുമെന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് മമത രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയത്. പശ്ചിമബംഗാളിൽ 2 സീറ്റ് നൽകണമെന്ന വാഗ്ദാനം കോൺഗ്രസ് അംഗീകരിച്ചില്ല. അവർ ഭൂരിപക്ഷം സീറ്റുകളിലും മത്സരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സഖ്യമായി നിന്ന് തൃണമൂലിനെ അംഗീകരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് ധൈര്യമുണ്ടെങ്കിൽ BJPയെ UPയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും നേരിട്ട് തോൽപ്പിക്കുകയാണ് വേണ്ടതെന്നും മമത പറയുന്നു. ഭാരത് ജോഡോ ന്യായ യാത്ര സംസ്ഥാനത്തെത്തിയിട്ട് പോലും സഖ്യത്തിലുള്ള തന്നെ അറിയിച്ചിട്ടില്ലെന്നും മമത കുറ്റപ്പെടുത്തി. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മമത നയം വ്യക്തമാക്കി രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പിൽ ആരുമായും സഖ്യമുണ്ടാക്കില്ല. ഫലം വന്നതിന് ശേഷം മാത്രമേ ഇന്ത്യ സഖ്യവുമായി ചേരണോ സഹകരിക്കണോ എന്ന കാര്യം തീരുമാനിക്കുകയുള്ളൂവെന്ന് അവർ നേരത്തെ പറഞ്ഞിരുന്നു. കോൺഗ്രസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ബംഗാളിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലെ 42 സീറ്റുകളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര ബംഗാളിലേക്ക് വരുന്ന അറിയിക്കാനുള്ള മര്യാദ പോലും കോൺഗ്രസ് കാണിച്ചില്ലെന്നും അവർ പറയുന്നു. തൃണമൂൽ കോൺഗ്രസുമായി സീറ്റ് ചർച്ച നടക്കുന്നുണ്ടെന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് മമത നയം വ്യക്തമാക്കിയത്. ബംഗാളിൽ കോൺഗ്രസും CPMവുമായി സഖ്യത്തിന് തയ്യാറെന്ന് മമത പറഞ്ഞിരുന്നുവെങ്കിലും ഇരു പാർട്ടികളും അനുകൂല നിലപാട് എടുത്തിരുന്നില്ല. TMC നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്നതിന് തയ്യാറെടുക്കുമെന്ന് മമത വ്യക്തമാക്കിയിരുന്നു. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയിട്ടില്ലെന്ന് അവർ വ്യക്തമാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ 2 സീറ്റ് നൽകാമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ വാഗ്ദാനം കോൺഗ്രസും തള്ളിക്കളഞ്ഞു. 6 സീറ്റെങ്കിലും വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടെങ്കിലും മമത അതിനും തയ്യാറായിട്ടില്ല. ഏതായാലും ഇന്ത്യ സഖ്യം വലിയ സഖ്യവും വലിയ പ്രതീക്ഷകളുമായാണ്. കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രതീക്ഷ തന്നെയായിരുന്നു ഈ ഇന്ത്യ സഖ്യം. മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ട് ഇന്ത്യ സഖ്യം ആ പ്രതീക്ഷയുമായി ഇവർ മുന്നോട്ട് പോകുമ്പോഴാണ് ഓരോരുത്തരായി ഇപ്പോൾ സഖ്യത്തിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയാവുകയും ബീഹാർ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കുകയും വീണ്ടും മുഖ്യമന്ത്രിയാവുകയും NDA സഖ്യത്തിലേക്ക് ചേരുകയും ഒക്കെ ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും മമതാ ബാനർജി കൂടി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആരാണ് ഇന്ത്യ സഖ്യത്തെ നയിക്കാനുണ്ടാവുക? എങ്ങനെയാണ് ഇന്ത്യ സഖ്യം രക്ഷപ്പെടുക? ആരാണ് ഇന്ത്യ സഖ്യത്തിന് രക്ഷകരായി എത്തുക? ഏതായാലും കേന്ദ്ര ഗവൺമെന്റിൽ ഉണ്ടാക്കാനുള്ള ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം ഒരിക്കലും വിജയിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും.